ഹലോ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. നൽകിയിരിക്കുന്ന പ്രദർശന നഗരിയുടെ രൂപരേഖ നിരീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രദർശന നഗരിയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ രൂപരേഖ നിരീക്ഷിച്ചിട്ട് ഇനി നമ്മളോട് ലൊക്കേഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ. ഓക്കെ, നമുക്കിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് തരും കേട്ടോ. അപ്പം ഏതാണ് ലൊക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. മുകളിലേക്ക് പോകുമ്പോൾ വടക്കാണ്, താഴേക്ക് വരുമ്പോൾ തെക്ക്. ഓക്കെ, പിന്നെ ഓപ്പോസിറ്റ് സൈഡ് പടിഞ്ഞാറും കിഴക്കും ഇതുപോലെ നിങ്ങൾക്ക് തരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ക്വസ്റ്റ്യൻ നോക്കി ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, മാജിക് ഷോ വേദിയുടെ ഏത് ദിശയിലാണ് ഭക്ഷണശാല? അത് വടക്കാണ് കേട്ടോ. മാജിക് ഷോ വേദി എവിടെയാണ്? ഇതാ ഇവിടെ. മാജിക് ഷോ വേദിയുടെ ഏത് ദിശയിലാണ് ഭക്ഷണശാല? ഭക്ഷണം മുകളിലാണല്ലേ. മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? വടക്കാണെന്നാണ് പറഞ്ഞത്, വടക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താം? ആകാശ ഊഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? സമ്മേളന വേദിയിലേക്ക് പോകാൻ താഴേക്കാണ് വരേണ്ടത് അല്ലേ. താഴേക്ക് വരുമ്പോൾ എന്താണ്? തെക്ക്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ബീൻ്റെ ആൻസർ എന്താണ്? തെക്ക്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷണശാലയുടെ ഏത് ദിശയിലാണ് പ്രവേശന കവാടം? ഭക്ഷണശാല എവിടെയാണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കണം. ഇതാ ഇവിടെ ഭക്ഷണശാല ഉണ്ട്. ഇതിൻ്റെ ഏത് ദിശയിലാണ് പ്രവേശന കവാടം? എവിടെയാണ് വരുന്നത്? താഴെ വരുന്നത്. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ തെക്കാണ്. സിയുടെ ആൻസർ തെക്ക്. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാലാണ് സർക്കസ് കൂടാരത്തിലെത്താം? ആകാശ ഊഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സർക്കസ് കൂടാരത്തിലെത്താം? നോക്കൂ. ആകാശ ഊഞ്ഞാൽ ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ നേരെ ഈ സൈഡിലോട്ട് പോയാലാണ് സർക്കസ് കൂടാരത്തിലെത്താൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടെ ലൊക്കേഷൻ? ഏതാ? പടിഞ്ഞാറാണ് കേട്ടോ. അപ്പോൾ എന്താണ്? പടിഞ്ഞാറ്. അപ്പം ക്വസ്റ്റ്യൻ ഡിയുടെ ആൻസർ പടിഞ്ഞാറ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫാൻസി കടകൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താം? ഫാൻസി കടകൾ എവിടെയാണ്? ഫാൻസി കടകൾ ഇവിടെ. ഇവിടുന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാലാണ് നമുക്ക് എവിടെ എത്തേണ്ടതെന്നാണ് പറഞ്ഞത്? സമ്മേളന വേദിയിലെത്താം. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോകണം അല്ലേ. അങ്ങോട്ടേക്ക് എന്താ പറയുക? കിഴക്ക്. എളുപ്പമല്ലേ? വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട 2 വാർത്തകളാണ് തന്നിരിക്കുന്നത്. ഒന്ന് നോക്കാം. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം അംഗീകരിച്ച് ഗ്രാമസഭ ഓർ വാർഡ് സഭ അവസാനിച്ചു. രണ്ടാമത്തെ നോക്കൂ. ബില്ലുകൾ പാസ്സാക്കി നിയമസഭ അനിശ്ചിത കാലത്തേക്ക് പിരിഞ്ഞു. അപ്പോൾ 2 പ്ലക്കാർഡ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്? ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട സഭ ഏതെന്ന് കണ്ടെത്തി എഴുതുക. അതേതാണ്? ഗ്രാമസഭയാണ് അല്ലേ. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയാണ്. ആദ്യത്തെ ഓപ്ഷനാണ് കേട്ടോ, ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ജനുവരി 25 സമ്മതിദാന ദിനമാണല്ലോ. ഇതിൻ്റെ ഭാഗമായി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മിട്ടു തയ്യാറാക്കിയ ആശയമാണ് താഴെ തന്നിരിക്കുന്നത്. കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. അതവർ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി പോയിന്റ്സ് നമുക്ക് എഴുതി ചേർക്കാം. അപ്പോൾ നോക്കൂ, അടുത്ത പോയിന്റ് നമുക്ക് സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്. അടുത്തത് ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. നിയമത്തിനു മുൻപിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഞാനിവിടെ 2 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഒന്ന് വായിച്ചു പോവാം. ഓക്കെ ആണല്ലോ. 1, 2, 3, 4, 5 പോയിൻറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ 4 പോയിൻറ്റ്സ് അവർ ചോദിക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ പ്രവർത്തനത്തിലെത്തി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും
സമരായുധമാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മളിങ്ങനെ ഈ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റ്സ് വേണം? ഖാദി ഉൾപ്പെടുത്തണം അല്ലേ. ഖാദി വേണം, ചർക്ക വേണം, അതുപോലെ തന്നെ വിദേശ വസ്ത്ര ബഹിഷ്കരണം ആ പോയിന്റ് ഉൾക്കൊള്ളിക്കണം. ഖാദി വസ്ത്രം അതിൻ്റെ പ്രോത്സാഹനം അല്ലേ. ഖാദി വസ്ത്രങ്ങളുടെ പ്രോത്സാഹനം ആ പോയിന്റ് അതിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ കുറിപ്പിൽ ഉണ്ടായിരിക്കണം. പിന്നെ ചർക്ക സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം. ഈ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ഇവിടെ ഈ കുറിപ്പ് തയ്യാറാക്കാൻ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. തിരുവിതാംകൂറിൽ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ ആണല്ലോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നാലാമത്തെ പ്രവർത്തനം നോക്കാട്ടോ. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂഖണ്ഡങ്ങളുടെ രൂപമുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ചുമർ പത്രിക തയ്യാറാക്കുകയാണ് മിയ. ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയാൻ മിയയെ സഹായിക്കാമോ? അപ്പോൾ ഇവിടെ ഭൂഖണ്ഡങ്ങളുടെ രൂപമുണ്ട്, അവരുടെ പേര് അല്ലേ, ഭൂഖണ്ഡങ്ങളുടെ പേരാണ് നമുക്കിവിടെ എഴുതി ചേർക്കേണ്ടത്. ആദ്യത്തേത് ഏഷ്യയാണ്, രണ്ടാമത്തേത് ഏതാണ്? വടക്കേ അമേരിക്കയാണ് കേട്ടോ, വടക്കേ അമേരിക്കയാണ് അടുത്തത്. മൂന്നാമത് ബി വരുന്നത് ഓസ്ട്രേലിയയാണ് കേട്ടോ. ഇത് വടക്കേ അമേരിക്ക, ഇത് ഓസ്ട്രേലിയയാണ് വരുന്നത്. അടുത്തത് താഴേക്ക് നോക്കാം. സി വരുന്നത് യൂറോപ്പാണ് കേട്ടോ, സി യൂറോപ്പാണ് വരുന്നത്. അടുത്തത് ഡി വരുന്നത് തെക്കേ അമേരിക്കയാണ് കേട്ടോ, തെക്കേ അമേരിക്ക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യം ഏഷ്യ വന്നു, അടുത്തത് വടക്കേ അമേരിക്ക, പിന്നെ ഓസ്ട്രേലിയ, യൂറോപ്പ്, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കാം. അഞ്ചാമത്തത്. ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് അല്ലേ, കുറച്ച് കാർഡ്സ് പിടിച്ചിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന ഗതാഗത സംവിധാനം, മലിനീകരണം കുറവുള്ള ഗതാഗത സംവിധാനം, രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യമായ ഗതാഗതം, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം, മത്സ്യബന്ധനത്തിന് കൂടി ഉപയോഗപ്പെടുത്തുന്ന ഗതാഗത മാർഗം. ഇനി നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ജലഗതാഗതവുമായി ബന്ധപ്പെട്ട കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ, ഏറ്റവും ചിലവ് കുറഞ്ഞത് അല്ലേ, ഏറ്റവും ചിലവ് കുറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ മലിനീകരണം കുറവാണ് അല്ലേ. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യമായത് ജലഗതാഗതമാണ് അല്ലേ. യെസ്. പിന്നീട് എന്താണ്? മത്സ്യബന്ധനത്തിന് കൂടി ഉപയോഗപ്പെടുന്ന ഗതാഗത മാർഗ്ഗമാണ്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. 4 അല്ലേ. ജലഗതാഗതവുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗതമാണ്, പിന്നെ മത്സ്യബന്ധനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പിന്നെന്താണ്? രാജ്യങ്ങൾ തമ്മിൽ ചരക്ക് കൈമാറ്റത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, മലിനീകരണം കുറവുള്ള ഗതാഗത സംവിധാനമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? അത് ആലപ്പുഴയാണ് കേട്ടോ. ഓക്കെ, ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 6. ഇന്ത്യയെ അറിയാൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ടിനു തയ്യാറാക്കിയ ആശയ പടമാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 1 2 3 4 ഇവിടെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏതാണ്? ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? അത് ഭൂട്ടാനാണല്ലേ. യെസ്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം അത് ലക്ഷദ്വീപാണ് കേട്ടോ. ഇത് ലക്ഷദ്വീപാണ്. ഇനി അടുത്തത് നോക്കാം. മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം അത് മുംബൈ ആണല്ലേ. മുംബൈ. ഓക്കെ. അടുത്തത് എന്താണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഗോവയാണ് കേട്ടോ.
ഇവിടെ ഗോവ വരും. ക്ലിയർ ആവുന്നില്ലല്ലോ. ഇവിടെ ഗോവ, ഇത് മുംബൈ, ഇത് ലക്ഷദ്വീപ്. ഓക്കെ, ഷോർട്ടായിട്ടാണ് കേട്ടോ എഴുതുന്നത്. അടുത്തത് നോക്കാം. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം അതേതാണ്? അത് പശ്ചിമ ബംഗാളാണ് കേട്ടോ. പശ്ചിമ ബംഗാൾ. ഓക്കെ, നമുക്ക് അവരിങ്ങനെ ഒരു മാപ്പ് തരും കേട്ടോ. അപ്പോൾ മാപ്പ് തന്നിട്ട് അതിൽ നിന്ന് നോക്കി എഴുതാൻ നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ? മാപ്പ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെയാണെന്നുള്ളത് നോക്കി കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഒരു മാപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. മാപ്പ് തന്ന എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കേരളത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇത് ലക്ഷദ്വീപ് കേട്ടോ. ലക്ഷദ്വീപാണ്, അത് കറക്റ്റാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം, അത് മുംബൈ ആണ് അല്ലേ? അതും നമുക്ക് അറിയാം, മുംബൈ. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അതേതാണ്? ഉത്തർപ്രദേശ് കേട്ടോ. ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണ്? ഗോവയാണ് കേട്ടോ. ഗോവ. ഓക്കെ, നേരത്തെ ഞാൻ പശ്ചിമ ബംഗാൾ എന്നാണ് പറഞ്ഞത്, അത് തെറ്റാണ്. ഗോവയാണ് ആൻസർ. ഓക്കെ ആണല്ലോ, ഇനി കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഇവിടെ ഉത്തർപ്രദേശ് കേട്ടോ. സെറ്റല്ലേ? നേരത്തെ ഉത്തരം ജസ്റ്റ് ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇവിടെ ഞാൻ പശ്ചിമ ബംഗാളാണ് പറഞ്ഞിട്ടുള്ളത്, അതല്ല, ഉത്തർപ്രദേശാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശും, അതുപോലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ അല്ലേ? ഗോവ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാനത്തെ തിരിച്ചറിയുക. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. തലസ്ഥാനം കൊൽക്കത്ത. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അതിൻ്റെ ആൻസറാണ് എന്ത്? പശ്ചിമ ബംഗാൾ കേട്ടോ. പശ്ചിമ ബംഗാൾ ഇവിടുത്തെ ആൻസറാണ് കേട്ടോ. പശ്ചിമ ബംഗാൾ. ഓക്കെ, യെസ്. അപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. തലസ്ഥാനം ഏതാണ്? കൊൽക്കത്തയാണ്. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഓക്കെ ആണല്ലോ. ഇനി ഏഴാമത്തെ പ്രവർത്തനം നോക്കാം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇനി എ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ കുറച്ച് പിക്ചറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഇൻലൻഡ്, ടെലിഫോൺ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ എന്നൊക്കെ തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ നോക്കൂ. വ്യക്തിഗത ആശയവിനിമയ രീതികളും ബഹുജന ആശയവിനിമയ രീതികളും തമ്മിൽ താരതമ്യം ചെയ്ത് ഉദാഹരണ സഹിതം കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം അല്ലേ? വ്യക്തിഗത ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആശയങ്ങളോ സന്ദേശങ്ങളോ വിനിമയം ചെയ്യുന്നു. അതിൻ്റെ ഉദാഹരണമാണ് കത്ത് അല്ലേ? കത്ത്, ടെലിഗ്രാഫ്, ടെലിഫോണ്, അതൊക്കെ എന്താണ്? വ്യക്തിഗത ആശയവിനിമയം ആണ്. ഇനി ബഹുജന ആശയവിനിമയം ആണെങ്കിലോ, ഒരു സന്ദേശമോ ആശയമോ ഒരേ സമയം വലിയൊരു ജനവിഭാഗങ്ങളിലേക്ക് വിനിമയം ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ മൊബൈൽ, പത്രം, സമൂഹ മാധ്യമങ്ങൾ, ഇൻ്റർനെറ്റ് ഇല്ലേ? ഇതാ ഇവിടെ കാണിച്ചിട്ടില്ലേ? ഇൻ്റർനെറ്റ്, മൊബൈലൊക്കെ ബഹുജന എന്താണ്? ആശയവിനിമയമാണ് അല്ലേ? ഓക്കെ ആണല്ലോ. ഈ കത്തും ഈ ഇൻലൻഡ് ടെലിഫോണൊക്കെ ഏതിലാണ് വരുന്നത്? ഇതൊക്കെ വ്യക്തിഗത ആശയവിനിമയമാണ് കേട്ടോ. വ്യക്തിഗത ആശയവിനിമയം. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ലോഗോകളിൽ ഇന്ത്യൻ തപാലുമായി ബന്ധപ്പെട്ട ലോഗോ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ബി ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഇതിൽ തപാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ബി ആണല്ലേ. ലോഗോകളിൽ ഇന്ത്യൻ തപാലുമായി ബന്ധപ്പെട്ട ലോഗോ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. ഇതാണ് നമ്മളെല്ലായിടത്തും കണ്ടിട്ടുണ്ടാവില്ലേ? ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ലോഗോ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ലോഗോ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ലോഗോ എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണല്ലേ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.